നമ്പർ 1 നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമികപരമായി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ 1,24,313 313 25 25 5 5 1 നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറുവശത്ത് ഭൗതികപരമായി നോക്കുകയാണെങ്കിൽ മൈക്കൽ എച്ച് ഹാർട്ട് എന്ന ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ലോകത്തെ പ്രശസ്തരായ 100 പേരെ തെരഞ്ഞെടുത്തു. ദി 100 എന്ന കിതാബിൽ, ദി 100 എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എ റാങ്കിംഗ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ഹിസ്റ്ററി എന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം തെരഞ്ഞെടുത്ത ഏറ്റവും ടോപ്പുള്ള 4 ആളുകളെ ഞാൻ വായിക്കാം. 4-ാമൻ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധ, 3-ാമൻ ജീസസ് ക്രൈസ്റ്റ്, 2-ാമൻ ഐസക് ന്യൂട്ടൻ, അതിലും 1-ാമൻ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏത് വഴിക്ക് നോക്കുകയാണെങ്കിലും, നാം ഇസ്ലാമികപരമായി നോക്കുകയാണെങ്കിലും ഭൗതികപരമായി നോക്കുകയാണെങ്കിലും നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1-ാം സ്ഥാനക്കാരനാണ്. ഇനി അതിന് ഏതാനും 2-3 തെളിവുകൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. നാം റബീഉൽ മസ്ജിദ് ചെല്ലാനുള്ള ബൈത്തില്ലേ, യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫീ അദീം. യാ റബ്ബി, എന്നോ എൻ്റെ രക്ഷിതാവേ, സ്വല്ലി അലൻ നബി മുഹമ്മദി, എൻ്റെ നബിയായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യ്. എങ്ങനെയുള്ള നബിയാണ്? മുൻജിൽ ഖലായികി, ഈ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ജനങ്ങളെയും രക്ഷിക്കുന്നവരായ നബി. എവിടെ? മിൻ ജഹന്നമ, നരകത്തിൽ നിന്ന്, ഫീ അദീം, നാളെ നരകത്തിൽ നിന്ന് ഈ ലോകത്തുള്ള എല്ലാ സകല ചരാചരങ്ങളെ രക്ഷിക്കുന്നതായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യ്. അങ്ങനെയുള്ള നബിയാണ് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മതിയോ?